പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടിനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ? അങ്ങനെ ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഈ കാലഘട്ടത്തിൽ നമ്മളത് കൂടുതൽ പഠിക്കണ്ടേ? ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത് നമ്മൾ, ഹതഭാഗ്യരാകരുത്. നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ അവരെ വളർത്തുന്നവരാകണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ചില്ലേ, ഉമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് ചേർത്ത് കിടത്തിയിട്ട്, അഥവാ ഉമ്മാന്റെ അപ്പുറത്ത് കുട്ടിയെ കിടത്തിയിട്ട് സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ സൂക്തം ഓതി കൊടുക്കണം. ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. അതാ ഉമ്മയും കുട്ടിയെയും മോദി കേൾപ്പിക്കേണ്ട ആയത്താണ്. എത്രമാത്രം വലിയ ബഹുമാനാണ്. ആകെ വലത്തേ കാതിലൊരു വാങ്ങും ഇടത്തേ കാതിൽ ഇക്കാമത്ത് കയറുള്ളൂ അല്ലെ? ആ വലത്തേ കാതിൽ വാങ്ങിന്റെ പുറമെ ഇഖ്ലാസ് സൂറത്ത് സുന്നത്തില്ലേ? അങ്ങനെ ഒരു സുന്നത്തുണ്ടാ? ഈ ഉസ്താദ് പുതിയ കിതാബ് എന്ന് പറയാം. പുതിയ കിതാബ് എന്ന ഉസ്താദെ പഴയ കിതാബ് തന്നെയല്ലേ? അതേ കാതിൽ തന്നെ റജീന്നില്ലേ? ഇതൊക്കെ തിരിയുന്ന ഉസ്താദുമാരെ കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് 2000 10,000 അവർക്ക് കൊടുത്തേക്ക് ഒരു ആയത്തോ. ഉസ്താദ് ഒരു ആയത്ത് ഓതുമ്പോൾ നിങ്ങൾ 10,000, ഒരു സൂറത്ത് ഓതിന 30 ആട് കൊടുത്തു. നമ്മളെ 10,000 വില 1000 വില നമുക്കറിയാത്തോണ്ടല്ലേ. വലത്തെ കാതിൽ ഓദിക്കോ, കുട്ടിയെ കിട്ടിയ ഉടനെ ഓദിക്കോ. ആ കുട്ടിക്ക് ശൈത്താനിന്റെ ശല്യം ഉണ്ടാകൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മൗലൂദിൻ, പ്രസവിക്കപ്പെടുന്ന ഏത് കുട്ടികളെയും ശൈത്താന് വന്നിട്ടൊന്ന് ഞെക്കും, ഒന്ന് സ്പർശിക്കും, ഒന്നൊന്ന് അമർത്തിപ്പിടിക്കും. അപ്പോഴാ കുട്ടികളൊക്കെ കരയുന്നത്. കുട്ടി കരഞ്ഞോന്നല്ല നമുക്ക് റിസൾട്ട് ഇട്ടുണ്ട്. ആ കുട്ടി കരഞ്ഞു, എന്നാ കുട്ടിക്ക് കോർങ്ങേടൊന്നുമില്ല. കുട്ടി കുറച്ചുകൂടെ ഞാൻ ചിരിച്ചോ, ആ കുട്ടിക്ക് ബുദ്ധി റെഡിയാണ്. ഇതല്ലേ തിരിയേണ്ടത്. ഈ കരയുന്നത് എങ്ങനെ മനസ്സിലായോ? ശൈത്താനിന്റെ സ്പർശനം കൊണ്ടാണ്.